തെറ്റുപറ്റിയ ക്ഷമിക്കണം. നോർത്ത് ഇന്ത്യ വളർന്നുകൊണ്ട് എൻ്റെ പേര് ബ്ലസ്സൻ വർഗീസ്. ഡൽഹി വളർന്ന് ഒരു ചെറിയ പയ്യനാണ്. നമ്മുടെ പഞ്ചാബിലാണ് വളർന്ന് കൂടുതൽ, പിന്നെ ഡൽഹിയിലായിരുന്നു. ദൈവം വിളിച്ചതാണ് എന്നെ ശുശ്രൂഷയിൽ. ഞാൻ ചെറുപ്പത്തിൽ ഒരു പാസ്റ്ററിൻ്റെ മോനായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ പ്രയാസങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, വിഷമങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം നടത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ശുശ്രൂഷ ചെയ്യാൻ ഒരു ആഗ്രഹമില്ലായിരുന്നു. വിഷമങ്ങൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ ഇത് കാട്ടി നല്ല ജോലി ചെയ്യുന്നതാണല്ലോ നല്ല ഓർത്തിട്ടുണ്ട്. ജോലി വേണ്ടിയാണ് പഠിക്കാൻ നോക്കിയത്. ഞാൻ അക്കൗണ്ടൻസി പഠിക്കാൻ നോക്കി, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ വേണ്ടി. പക്ഷെ ദൈവം ഹിതം മറ്റതായിരുന്നു. ഞാൻ ഒത്തിരി പേര് അറിയുന്ന PG അങ്കിളുടെ മോന. എൻ്റെ പേര് ബ്ലസ്സൻ, ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ പഞ്ചാബിൽ വളരാൻ നേരം ആഹാരം ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചെറുപ്രായത്തിൽ പൈസ എങ്ങനെ ഉണ്ടാക്കണം പഠിച്ച. 5 വയസ്സായിരുന്നു പോകും. ഡാഡിൻ്റെ ഓഫീസ് പോയി ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് ഇച്ചിരി പൈസ ഉണ്ടാക്കി കഴിക്കാൻ പോകുമായിരുന്നു. കഴിക്കാൻ വേണ്ടി ഇച്ചിരി പൈസ കിട്ടാൻ വേണ്ടി. ചെറിയ പിള്ളേരുടെ സ്വഭാവമാണല്ലോ, ചോക്ലേറ്റ് കഴിക്കണം. നോർത്ത് ഇന്ത്യയിൽ തിക്കി പറഞ്ഞൊരു സാധനമുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ 13 വയസ്സായപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, ഒരു ട്രാവൽ ഏജൻസി. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൽ ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ബിസിനസ് നല്ലോണം പോയിക്കൊണ്ടിരുന്നു. ഒത്തിരി പൈസ വരാൻ തുടങ്ങി. സ്വന്തം പഠിത്തൻ്റെ എൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദൈവം സഹായിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രയാസമുള്ള സമയം വന്നപ്പോൾ കർത്താവിനെ ഞാൻ മറന്നുപോയി. കർത്താവിൽ നിന്ന് ഇച്ചിരി ദൂരമായി. പറഞ്ഞാൽ ചിലരെന്നെ ഉപദ്രവിച്ചു, ക്രിസ്ത്യാനികൾ, ചില പാസ്റ്റേഴ്സിനെ ഉപദ്രവിച്ചതൊക്കെ ഞാൻ മാറി. അപ്പോൾ ആഗ്രഹമില്ലായിരുന്നു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ. ഇനി ജീവിക്കണോ ഇതുപോലെ? ഇവരെല്ലാവരും പറയുന്ന ക്രിസ്ത്യാനിയ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുണ്ട് പറയുന്നുണ്ട്, പക്ഷേ സ്വഭാവത്തിൽ കാണാൻ അതൊന്നുമില്ല. അതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി വിഷമം വന്നു. ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനി ആദ്യം ജീവിക്കുന്നതായിരിക്കും നല്ല, ബിസിനസ് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മതി. അങ്ങനെ ഒരു സമയം വന്ന് 2 വർഷം അങ്ങനത്തെ ഒരു പ്രയാസമുള്ള സമയമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ദൈവം, ഞാൻ ആന്ധ്രയിലോട്ട് പോകാൻ നേരം ദൈവം എന്നെ തൊട്ട്. ഞാൻ ഡൽഹി ഇരിക്കാൻ നേരം അവിടെ ഒരു എയർലൈൻസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോൺ കോൾ വന്ന് നമ്മുടെ ഡാഡിൻ്റെ മിനിസ്ട്രീൻ്റെ IIT-ൻ്റെ ഒരു പാസ്റ്റർ വിളിച്ച് ചോദിച്ച് സഹായിക്കാൻ വണ്ടി ഓടിക്കാൻ. അങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി റെഡിയായതാണ്. 2-3 ദിവസം അവധി എടുത്തിട്ട് അവരെ സഹായിക്കാൻ എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി പാസ്റ്റേഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൂട്ടത്തിൽ നടക്കാത്ത സമയത്ത് തന്നെ ഞാൻ പാസ്റ്റേഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. വണ്ടികൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്രായമായിരുന്നു, 13-15 വയസ്സായിരുന്നു. ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സഹായിക്കാൻ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഒരു ചോദ്യം ഹൃദയത്തിൽ വന്നു. ഈ ദേവദാസൻ്റെ ഭാര്യ മരിച്ചിരിക്കാൻ നേരം പുള്ളി പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, മരിച്ച ഭാര്യ 1 മാസമായില്ല, നിങ്ങളെങ്ങനെയാണ് സന്തോഷിക്കാം? പുള്ളി പറഞ്ഞ ഒരു ഉത്തരം എൻ്റെ അടുത്ത്, എൻ്റെ ഭാര്യ സ്വർഗത്തിലാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല. എൻ്റെ ഹൃദയത്തിൽ ചെറുപ്പത്തൊട്ട് ഈ സുവിശേഷം കേട്ടിട്ടുണ്ട്. പേടി വന്ന് മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ആ പേടി കൊണ്ട് വണ്ടി ഓടിച്ച് നമ്മൾ ആന്ധ്ര എത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ പോട്ട്. എൻ്റെ അമ്മച്ചി അപ്പോൾ നാഗപ്പൂരിലായിരുന്നു. അപ്പോൾ വടി വെച്ച് അമ്മച്ചിയെ കണ്ടിട്ട് ഞാൻ നേരെ ആന്ധ്ര പോയി വണ്ടി വിട്ടിട്ട് ഞാൻ തിരിച്ചു പോകാൻ നേരെ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. പാസ്റ്ററിൻ്റെ മോനല്ലയോ, PG അങ്കിളുടെ മോനല്ലയോ, ഇവിടെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുക, പ്രസംഗിക്കാൻ പോവുക. ഞാൻ പറഞ്ഞു പ്രസംഗിക്കത്തില്ല, ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. മറ്റവരുടെ മുമ്പിൽ മാതാപിതാക്കൾക്ക് മോശമായി പേര് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ബൈബിൾ എൻ്റെ കൈ എപ്പോഴും വെക്കുമായിരുന്നു. ആ ബൈബിൾ ഞാൻ ഓർത്ത് ഞാൻ പ്രസംഗിക്കുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അല്ല PG അങ്കിളുടെ മോനല്ലയോ പ്രസംഗിക്കണം. ഞാൻ ഓർത്ത് ഓക്കെ പ്രസംഗിച്ചേക്കാം, ഇവർക്ക് സന്തോഷം വേണ്ടി ഞാൻ പ്രസംഗിച്ചോളാം. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ പ്രസംഗിക്കാം, ഇന്ന് രാത്രി പ്രസംഗിക്കത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ. രാത്രി ഇരുന്ന് ബൈബിൾ ഇങ്ങനെ തുറന്നിട്ട് നോക്കിയപ്പോൾ ഒരു വചനം തുറന്നു, അവിടെ ജാറിയസ് ഡോട്ടർ. ആ വചനം തുറന്ന് വായിച്ച് 10 പ്രാവശ്യം വായിച്ചപ്പോഴത്തേക്ക് കഥ മൊത്തം പിടികിട്ടി. എന്തുവാ? ഞാൻ ഓർത്ത് അരമണിക്കൂർ കൊണ്ട് എങ്ങനെ ഈ കഥ പറഞ്ഞു പിടിച്ച് സ്ഥലം വിടാം, അതാ ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ എണ്ണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് പ്രസംഗിക്കാം. അപ്പോൾ എൻ്റെ പറഞ്ഞ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ആയതുകൊണ്ട് 2 മണിക്കൂർ പ്രസംഗിക്കണം. ഞാൻ ഓർത്ത് ദൈവമേ, ഞാൻ പ്രസംഗിച്ചില്ല. വണ്ടി കയറിയിട്ട് ഒരു വാൻ ഓടിക്കുമായിരുന്നു. ഞാൻ വണ്ടി ഇരുന്നിട്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവമേ നീ എന്നെ ഉപയോഗിച്ച എൻ്റെ ജോലി, എൻ്റെ ബിസിനസ് എല്ലാം വിട്ടിട്ട് നിൻ്റെ പുറകെ ഞാൻ നടക്കും. പ്രാർത്ഥിച്ച് കയറി പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്കും അറിയത്തില്ല എന്തുവായി. ചില വെളിപ്പാടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ആ മീറ്റിങ്ങിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3.5 മണിക്കൂറായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് നിർത്താൻ ഒക്കുമോ, നോൺ സ്റ്റോപ്പ് 3.5 മണിക്കൂർ പ്രസംഗിച്ചു. അപ്പോൾ എനിക്ക് പിടികിട്ടി ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് പ്രസംഗിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വെളിയിറങ്ങി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ജോലിയെല്ലാം വിട്ടപ്പോഴത്തേക്ക് എൻ്റെ പിതാവിന് സംശയം ഉണ്ടായിരുന്നു. ഞാൻ കർത്താവിൻ്റെ കൂട്ടത്തിൽ നടക്കാത്തത് കൊണ്ട് വീട്ടിൽ എല്ലാവർക്കും അറിയാം. എൻ്റെ പിതാവ് ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിയത്തില്ല എത്ര പേര് കേട്ടിട്ടുണ്ട്. ഒരു പൈതൽ നമുക്ക് ഇച്ചിരി തലവേദനയായിരുന്നു, 2-3 പ്രാവശ്യം തലവേദനയായി മാറിയിട്ടുണ്ട്. അത് ഞാനായിരുന്നു. ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം അതിൽ നിന്ന് എൻ്റെ ജീവിതം മാറ്റി. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 11 അവിടെ എഴുതിയിരിക്കുന്നത്,
ആൻഡ് സോൾ വാസ് ഫൗണ്ട് ഓൺ എ സ്ട്രീറ്റ് കോൾഡ് സ്ട്രൈറ്റ്. ദൈവം തൊട്ടപ്പോൾ അവൻ്റെ അഡ്രസ്സ് മാറി, റോഡിന് പേര് മാറി. സോ അതുപോലെയായിരുന്നു എൻ്റെ ജീവിതം. ദൈവം എൻ്റെ ജീവിതം മാറ്റി. ഞാൻ കർത്താവ് വേണ്ടി ഓടാൻ റെഡിയായി. അപ്പം ഡാഡി മമ്മിക്ക് സംശയമായിരുന്നു, ഈ സത്യമായിട്ട് മാറിയിട്ടുണ്ടോ ഇല്ലയോ, ഞാൻ ക്രിസ്ത്യാനികളെ കളിയാക്കാൻ വേണ്ടിയാണോ ഇത് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഡാഡി പറഞ്ഞ സ്റ്റേജ് പിന്നെ കൊടുക്കില്ല, ആരും കൊടുക്കില്ല. അപ്പം ഞാൻ വഴിയിൽ ഒക്കെ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദൈവദാസൻ എസിക്യ ഫ്രാൻസിസ് പറഞ്ഞു ചെന്നൈയിൽ, അവിടെ എന്നെ ഡാഡി വിട്ട് അവിടെ പഠിക്കാൻ വേണ്ടി. ഞാൻ പഠിക്കാൻ പോയി 3 മാസം. സ്കൂൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അവിടെ പോയി പഠിച്ച് 3 മാസം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് അതൊരു വലിയ അനുഗ്രഹമായി മാറി. മുമ്പേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ച് 2 മിനിറ്റ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഹിന്ദിയിലാണ് പ്രാർത്ഥിക്കുന്നത്. യേശുമസിത്തുനെ ഹമ്മ ചക്കരക്കത്തരത്തിന് വധു ആമേൻ ആമേൻ അത്ര ഉള്ളായിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിച്ച് ഇടയ്ക്കൊക്കെ പുള്ളി അന്യഭാഷയിൽ പ്രാർത്ഥിപ്പിക്കും. 15 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു. ആരും തരത്തില്ല, ഒന്നും തരത്തില്ല. 5 മണിയാകുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 5 മണിയാകുമ്പോൾ എനിക്ക് തമ്പി പ്രേ. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒന്നും ഇല്ലല്ലോ, ഇനി വിഷയം എന്തോ പ്രാർത്ഥിക്കേണ്ടിയ, ഉറങ്ങിപ്പോവും. ഇടയ്ക്കൊക്കെ ഉറങ്ങാൻ നേരം പുള്ളി വന്ന് വിളിക്കും, തമ്പി വേക്കപ്പ്. വിളിക്കാൻ നേരം ഞാൻ പറഞ്ഞു, അണ്ണ ഡോണ്ട് ഡിസ്റ്റർബ്, ഐ എം സീയിങ് വിഷൻ ഫ്രം ഹെവൻ. അപ്പോൾ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്ക് ഉറങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ ദൈവം അവിടെ പോയതുകൊണ്ട് പഠിപ്പിച്ചു എങ്ങനെ പ്രാർത്ഥിക്കേണ്ടി. ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി, വാതിൽ തുറക്കാൻ തുടങ്ങി. എൻ്റെ ഒരു ഹൃദയത്തിൽ ഒരു ആഗ്രഹമുള്ളായിരുന്നു, ദൈവമേ വെളിനാട്ടിൽ പോകാൻ ആഗ്രഹമില്ല, ഈ രാജ്യത്തിൽ തന്നെ എന്നെ ഉപയോഗിക്കണം. ഞാൻ പാസ്പോർട്ട് ഉണ്ടാക്കിയില്ല, ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം ദൈവദാസനിൻ്റെ ബർത്ത്ഡേ ആയിരുന്നപ്പോൾ എൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പാസ്പോർട്ട് റെഡിയാക്കിക്കോ, ദൈവം നിന്നെ വെളി രാജ്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ദേഷ്യപ്പെട്ട് തിരിച്ച് എസിക്ക അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ, ഐ ഹാവ് നോ ഇൻട്രസ്റ്റ്, എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല വെളി പോകാൻ. അണ്ണ പറഞ്ഞ, നീ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ അതല്ല, ദൈവം നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ ഡൽഹി പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ പിതാവ് വേണ്ടി വണ്ടി ഓടിക്കുക. എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷയിൽ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഇത് പറയട്ടെ നിങ്ങളുടെ അടുത്ത്, നിങ്ങളൊരു ദൈവദാസനെ സേവിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ റെഡിയാണ്. ഒത്തിരി പേർക്ക് സേവിക്കാൻ ആ പ്രശ്നം. ഞാൻ ഇംഗ്ലീഷിലൊരു വാക്ക് പറയട്ടെ, ബിഗ് ഡോർസ് ഓപ്പൺ ഓൺ ലിറ്റിൽ ഹിഞ്ചസ്. നിങ്ങൾ കർത്താവ് വേണ്ടി ചെറിയ കാര്യം ചെയ്യാൻ നേരം ദൈവം വലിയ വാതിൽ തുറക്കുന്നത്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന എന്തുവാ, ഏറ്റവും മുമ്പ് ദൈവം വലിയ വാതിൽ തുറക്കണം. നമ്മൾ ചെറിയ വാതിൽ തുറന്നാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ദൈവം. ഞാൻ അതുകൊണ്ട് ഡാഡീൻ്റെ മിനിസ്ട്രിയിൽ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ഇടയ്ക്ക് പോയി പ്രസംഗിക്കും. ഈ മീറ്റിങ്ങിൽ പോകാൻ നേരം ഞാൻ ഡാഡീൻ്റെ അടുത്ത് പറഞ്ഞു, ഡാഡീൻ്റെ കൂട്ടുകാരനല്ലയോ, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ നോക്കുമോ? ഡാഡി പറഞ്ഞ് പറയത്തില്ല, തെറ്റായിട്ട് ആരും എടുക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഓർഗനൈസ് ചെയ്യുന്ന ആൾ ആ വ്യക്തി ഓർക്കും ഇവർ പുറയിരുന്ന് ഏതും പ്ലാൻ ചെയ്യുക. അപ്പോൾ ഡാഡി പറഞ്ഞ് ഞാൻ പറയത്തില്ല. പക്ഷെ ആ ദൈവദാസൻ വന്നപ്പോൾ, സ്റ്റേജിൽ വന്നപ്പോൾ കൈ മേളിലോട്ട് ചൂണ്ടി, ഞാൻ ഇരിക്കുന്ന ബാൽക്കണിയില്ല, അങ്ങോട്ട് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞ്, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പോവുക. ബാൽക്കണി ഇരിക്കുന്ന ആളുകൾ അവിടെ നിന്ന് തുടങ്ങിക്കോ താഴോട്ട് വരാൻ. ഞാൻ താഴോട്ട് വന്നപ്പോൾ എൻ്റെ തലകൈ വെച്ചിട്ട് പറഞ്ഞ്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ മുറി കയറിപ്പോയപ്പോൾ പുള്ളി പ്രവചിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ദൈവം പറഞ്ഞ് എൻ്റെ ബൈബിൾ സ്കൂളിൽ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി. ഉൾഫ് എക്മൻ സ്വീഡനിൽ നിന്ന് പുള്ളിൻ്റെ ബൈബിൾ സ്കൂളിൽ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി പുള്ളി ചിന്തിച്ച് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ദൈവം പറഞ്ഞു എൻ്റെ ഫീസ് കൊടുക്കാൻ വേണ്ടി. ഇത് നല്ല കാര്യമാണ് വിളിച്ച്, പക്ഷെ ബാക്കി കാര്യം ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവം ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് പൂർത്തിയാക്കും. കടഭാരത്തിൽ കയറി എല്ലാം അങ്ങോട്ട് പോകണ്ടേ. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡെറ്റ്. ഞാൻ കടഭാരത്തിൽ വിശ്വസിക്കത്തില്ല. കടഭാരം ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ്, DEBT, ഡൂയിങ് എവറിത്തിങ് ബട്ട് ടൈതിങ്. ഓർത്തോണേ, അത് നിങ്ങൾക്ക് ഒരു സഹായം മാറട്ടെ. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി. ദൈവം രാജ്യങ്ങൾ തുറക്കാൻ തുടങ്ങി. ഞാൻ ഉൾഫ് എക്മനായിട്ട് ദൈവദാസനായിട്ട് നല്ലൊരു കണക്ഷനായി. ഒത്തിരി പേര് എന്നെ വിളിക്കാൻ തുടങ്ങി പ്രസംഗിക്കാൻ വേണ്ടി. രാജ്യങ്ങൾ തുറക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കാത്ത രാജ്യങ്ങളാണ് ദൈവം തുറന്നത്. ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ പിതാവ് സന്തോഷിച്ച് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓർത്ത തലവേദന, മമ്മിക്കൊരു വാക്ക് കിട്ടിയായിരുന്നു, ഞാൻ തലവേദനയായിരിക്കാൻ നേരം ഈ യാക്കോബിനെ ഞാൻ ഇസ്രായേൽ ആക്കും. 5 വർഷം ഇരുന്ന് പ്രാർത്ഥിച്ച് അതൂത് പിടിച്ചുകൊണ്ട് ഞാൻ കരയുന്ന അമ്മേൻ്റെ അടുത്ത് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി. വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ വാക്തത്വം പൂർത്തിയാക്കുന്ന ദൈവമാണ് നമ്മുടെ. അതുകൊണ്ട് വിഷമിക്കാതെ അതൂത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോണം, ദൈവം ചെയ്തോളും. ആരും ചിന്തിച്ചില്ല ദൈവം ഇതുപോലെ ഉപയോഗിക്കും. ദൈവം വഴികൾ തുറക്കും. ഒത്തിരി പേർക്ക് പോകാനൊക്കാത്ത രാജ്യത്തിലാണ് ഞാൻ ഇപ്പം പോകുന്നത്. ഒത്തിരി പേർക്ക് പ്രയാസമുള്ള രാജ്യത്തിലാണ് ഞാൻ പോകുന്നത്. എവിടെയൊക്കെ യുദ്ധം നടക്കുന്നുണ്ട് അവിടെ ഞാൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് പോകുന്നത്? ദൈവം സഹായിക്കുന്നുണ്ട്, ദൈവം വഴികൾ തുറക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും മുമ്പേ യാത്ര തുടങ്ങിയപ്പോൾ ദൈവം എന്നെ ചില രാജ്യത്തിൽ കൊണ്ടുപോയി. ഞാൻ ഓർത്തില്ല ഞാൻ അവിടെ ആയിരിക്കും ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷെ ദൈവം
എന്തോ ചിന്തിച്ച് അതുപോലെ ദൈവം നടത്തി. അതുമാത്രമല്ല, നമ്മൾ ചിലപ്പോൾ ഓർക്കും, അയ്യോ ഇവനെ പഠിത്തമില്ല, തിയോളജിക്കൽ കോളേജിൽ പോയിട്ടില്ല, അത്ര ഒന്നുമില്ല. അതല്ല ദൈവം നോക്കുന്നത്. ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ വില്ലിങ് ഹാർട്ട്സ്. നമ്മുടെ ഹൃദയം റെഡിയാണെങ്കിൽ ദൈവമേ എത്ര പ്രയാസങ്ങൾ വന്നാലും വിടത്തില്ല. ഞാൻ പറയട്ടെ, ശുശ്രൂഷ ചേന്തരയില്ല, സുഖമല്ല. ഞാൻ ജയിലിൽ ഇരുന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. എന്നെ വെടിവെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ നടക്കാനൊക്കെ പ്രയാസമുണ്ട്. ഇടയ്ക്ക് വേദന എടുത്തിട്ട് നടക്കാൻ വയ്യ. അടി ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്ന പോലെ കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് മീ. ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്നെ കേൾക്കുന്നവർ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹം വന്നിട്ട് നിങ്ങളെ നിർബന്ധിക്കട്ടെ. മറ്റൊരു പറയുന്ന കുറ്റം കേൾക്കാൻ വേണ്ടിയല്ല, മറ്റൊരു നിങ്ങളെ കുറവ് കണ്ടിട്ട് നിങ്ങൾ പുറകെ മാറാൻ വേണ്ടിയല്ല. ആ സ്നേഹം നിങ്ങളുടെ അകത്തായതുകൊണ്ട് ദൈവമേ ഇനി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ജയിലിൽ ഇരിക്കാൻ നേരം ഞാനും ചിന്തിച്ചു, ചിലപ്പോൾ ഇതായിരിക്കും ഇവിടെ കിടക്കത്തുള്ളൂ. ഏത് രാജ്യത്തിലായിരുന്നു? അഫ്ഗാനിസ്ഥാനിലാണ്. പക്ഷെ ദൈവകൃപ കൊണ്ട് ഇപ്പോൾ അവിടെ 3 ചർച്ച് നമുക്ക് തുടങ്ങാനൊത്ത്. അഫ്ഗാനിസ്ഥാൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ അവിടെ ആയിരുന്നു. ആളുകളെ രക്ഷിക്കുമായിരുന്നു. 365 ആളുകളെ അവിടെ നിന്ന് വെളിയിറക്കി. ഞാനൊരു യാത്രയിലായിരുന്നു, ഇസ്രായേലിലായിരുന്നപ്പോൾ അവിടുന്ന് ഓടി വരേണ്ടി വരുന്ന ഇന്ത്യയിലോട്ട് ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി. മദർ ടെറീസ ഇൻ്റർനാഷണൽ അവാർഡ്. 4000 പിള്ളേരെ യുക്രൈനിൽ നിന്ന് രക്ഷിച്ചു. 365 പേരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷിച്ചു. ഇതെന്തിനാ ചെയ്യുന്നത്? കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ഒന്ന് ചെയ്യാൻ വേണ്ടി. ഞാൻ കർത്താവിനെ അറിയാതെ ഇരിക്കാൻ നേരം കർത്താവിനെ ആ നേരം എന്നെ സ്നേഹിച്ച് എന്നെ മറന്നില്ല. ആ സ്നേഹം അകത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് യാത്ര ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞ്, ആ PG അങ്കളുടെ മോനായതുകൊണ്ടല്ലയോ വാതിലൊക്കെ തുറക്കുന്നത്. ഞാൻ ഇത് പറയട്ടെ, അതുകൊണ്ടല്ല. സ്വർഗത്തിരിക്കുന്ന ദൈവം, ഞാൻ നോട്ട് ഔട്ട് ഓഫ് പ്രൈഡ്, ഇത് ഞാൻ പറയട്ടെ, നോട്ട് ഔട്ട് ഓഫ് പ്രൈഡ്, ആസ് എ ഹംബിൾ പേഴ്സൺ ഐ സേ, എൻ്റെ പിതാവ് കാട്ടി കൂടുതൽ യാത്ര ചെയ്ത് ഞാൻ. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കാട്ടി കൂടുതൽ നിങ്ങളുടെ പിള്ളേർ ചെയ്യും, നിങ്ങൾ വിശ്വസിക്കണം. നഥാനിയലിൻ്റെ അടുത്ത് കൊടുത്ത വാക്തത്വമായിരുന്നു, നഥാനിയൽ യു ഷാൽ സീ ഗ്രേറ്റർ. അതുപോലെ വിശ്വസിക്കണം. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നടക്കും. ഞാനിത് നോക്കിയില്ല എത്ര രാജ്യത്തിലാണ് ഞാൻ പോകുന്നത്, ഞാൻ ഇത് നോക്കിയില്ല എന്തോ ചെയ്യുന്നത്. ഇല്ല, 2 വർഷം കഴിയുമ്പോൾ എൻ്റെ പാസ്പോർട്ട് മാറേണ്ടി വരുന്നുണ്ടായിരുന്നു. ദൈവം ചില കണക്ഷൻ തന്ന്, ചില റോയൽ ഫാമിലി, ചില പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡൻസ് ആയിട്ട് അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ വേണ്ടി. അതെന്തിനാ നടന്നത് ഞാൻ പറയാം. ദൈവകൃപ കൊണ്ട്, ദൈവം സഹായിച്ചുകൊണ്ട്, ഈ സ്നേഹം എന്നെ ഓടിക്കുന്നുമുണ്ട്. കർത്താവ് വേണ്ടി ഓടാൻ റെഡി ആയതുകൊണ്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഒത്തിരി രാജ്യങ്ങൾ കർത്താവ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വി ഹാവ് ടു ടേക്ക് ക്രൈസ്റ്റ് ടു ദ പീപ്പിൾ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ പിള്ളേരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളിത് പ്രാർത്ഥിച്ചാൽ മാത്രം നടക്കത്തില്ല. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഈ ഭാരം ഇട്ടപ്പോൾ 2016 ഞാൻ ആ രാജ്യത്തിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ചോദ്യമാണ്. അഫ്ഗാനി ഒരു വിശ്വാസിയായിട്ട് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ ടൈമില്ല. നൗ ഇസ് ദ ടൈം ടു ഡു ഇറ്റ്. ചിലർ നൈക്കി ഒരു കമ്പനിയുണ്ട് അല്ലയോ, നൈക്കിൻ്റെ ഷൂ, നൈക്കിൻ്റെ ടീഷർട്ട്, അതിന് താഴെ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ഡു ഇറ്റ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാ, യു വിൽ ഡു ഇറ്റ്. നിങ്ങളും ചെയ്യും, നിങ്ങളുടെ പിള്ളേരെ വിടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തവരുടെ അടുത്ത് യേശുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് സംസാരിക്കും. നിങ്ങളൊരു മിഷണറിയായി മാറും. നിങ്ങളെ ദൈവം അഫ്ഗാനിസ്ഥാൻ വേണ്ടി വിളിക്കുന്നില്ലായിരിക്കും, യുക്രൈനിലോട്ട് വിളിക്കുന്നില്ലായിരിക്കും, ചില മറ്റേ രാജ്യങ്ങൾ വിളിക്കുന്നില്ലായിരിക്കും. ഞാൻ ചില രാജ്യങ്ങളുടെ പേര് പറയാൻ ഒക്കത്തില്ല, പക്ഷെ ദൈവം കൊണ്ടുപോകുന്നുണ്ട് അവിടെ. എന്തിനാ കൊണ്ടുപോകുന്നത് ഞാൻ പറയാം. ബിക്കോസ് ഐ എം വില്ലിങ്. നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഈസിയാണോ ബ്ലസ്സിന്? ബ്ലസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് വലിയ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും, അതുകൊണ്ടല്ലയോ? അല്ല. ഞാൻ ഇതാ എപ്പോഴും പറഞ്ഞേ, ഇഫ് യു വോക്ക് ഇൻ ഹിസ് വിൽ ഗാഡ് വിൽ പേ യുവർ ബിൽ. നിങ്ങൾ കർത്താവിൻ്റെ ഹിതത്തിൽ നടന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ ബില്ലെല്ലാം നോക്കിക്കോളും. നിങ്ങൾ പൈസൻ്റെ പുറകെ ഓടണ്ട, നിങ്ങൾ കർത്താവിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ദൈവം നോക്കിക്കോളും. ഞാൻ ഏത് രാജ്യത്തിൽ പോകുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവമേ ഞാൻ എത്തുന്നതിൻ്റെ മുമ്പേ എൻ്റെ ചിലവ് മൊത്തം നോക്കിക്കണം. പറഞ്ഞ ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. എത്ര വർഷങ്ങളായിട്ട് യാത്ര ചെയ്തിട്ട് 64 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഒരു സ്ഥലത്തും കൈ നീട്ടിയിട്ടില്ല. അനുഗ്രഹിക്കുന്ന ദൈവമാണ്, സമാധാനം തരുന്ന ദൈവമാണ്, സൗഖ്യം തരുന്ന ദൈവമാണ്. ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. എൻ്റെ മോൻ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെ അവർ യാത്രയില്ല മറ്റു സ്ഥലത്തോട്ട്. അവൻ ജനിച്ചപ്പോൾ 8 നവംബർ 2011 ജനിച്ചപ്പോൾ ജനിച്ച് ദൈവം ജീവന് കൊടുത്തു. ജീവന് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് വെജിറ്റബിൾ കണ്ടീഷനായിട്ട് ജീവിക്കത്തുള്ളവർ. വാക്തത്വം തന്നിട്ടുണ്ട് ദൈവം. പിള്ളേരൊരു അനുഗ്രഹം. പാർക്കിങ് കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ അനുഗ്രഹിക്കുന്ന ദൈവം. ജനിക്കുന്നതിന് മുമ്പേ നീ തന്ന വാക്തത്വം. എൻ്റെ വീട്ടിലിരിക്കുന്ന പ്രവാചകൻ, ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ മരിച്ചിരിക്കുന്ന പ്രവാചകനെ കണ്ടിട്ടില്ല, മരിച്ചിരിക്കുന്ന പ്രവാചകൻ പ്രവചിക്കത്തില്ല.
ജീവൻ കൊടുക്കണം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു വന്നു. കണ്ണ് കാണത്തില്ല, സംസാരിക്കത്തില്ല. 4 മാസം കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ കണ്ണ് തുറന്നു. ഒരു 5 വർഷമായപ്പോഴത്തേക്ക് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ക്ലാസ്സിൽ ടോപ്പാവൻ. 13 വയസ്സായി. ദൈവം നടത്തുന്നുണ്ട്. വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഇത് പറയട്ടെ, നിങ്ങൾ കർത്താവിൻ്റെ പുറകെ കർത്താവ് വേണ്ടി നടന്നു കഴിഞ്ഞാൽ ദൈവം മാനിച്ചോളും. പ്രയാസങ്ങൾ വരും. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നോ വെപ്പൻ ഫോംഡ് അഗെയിൻസ്റ്റ് യു. പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്, നമ്മുടെ പുറകെ വരും നമ്മളെ നിരാശയിൽ കൊണ്ടുവരാൻ വേണ്ടി. പക്ഷെ കർത്താവിനെ പിടിച്ച്, കർത്താവിൻ്റെ സ്നേഹം പിടിച്ച് നടന്നു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കൈ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ദൈവം വെളിയിൽ കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം കുറയാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം, എൻ്റെ പിതാവ് വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. വിശ്വാസം എന്തുവാ ചോദിക്കട്ടെ. വിശ്വാസം എനിക്ക് സ്വന്തമായിട്ട് ഡെഫിനേഷനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട്. കോപ്പി റൈറ്റ്, ഓക്കെ. കോപ്പി റൈറ്റ് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യനും ചൈനീസിൻ്റെ അടുത്ത് കോപ്പി റൈറ്റ് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് റൈറ്റ് ടു കോപ്പി അല്ലയോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തും പറയട്ടെ, കോപ്പി റൈറ്റ്, ഓക്കെ. കോപ്പി ചെയ്തോ, കുഴപ്പമില്ല. ഫെയ്ത്ത്, FAITH, ഫെയ്ത്ത്. ഇംഗ്ലീഷിൽ ഫാദർ ഓൾ ഇൻ ദൈ ഹാൻഡ്സ്. പറഞ്ഞാൽ നിങ്ങളുടെ തലവേദനയല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന പിതാവ്, സ്വർഗത്തിരിക്കുന്ന പിതാവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. എന്നെ ചതിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ എന്നെ ചതിച്ചിട്ട് മൊത്തം ആളുകളെ കൊണ്ടുപോയി. വിഷമിച്ചിരിക്കാൻ നേരം ദൈവം സംസാരിച്ച്, ഞാൻ മാനിക്കും മോനെ. നമ്മളെ ചർച്ച തുടങ്ങി, പുതിയ ചർച്ച തുടങ്ങി. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോള് 7 വയസ്സുള്ള അവൾക്ക്, പിന്നെ 2 വിശ്വാസികളും. വലിയ ചർച്ചയായിരുന്നു, എല്ലാം പോയി തുടങ്ങി. നമ്മൾ പിന്നെ മോളുടെ കൈ ഗിറ്റാർ കൊടുത്തു. ഞാൻ പറഞ്ഞു വായിച്ചു നീ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡാഡി ഗിറ്റാർ വായിക്കാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു ആർക്കും അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു നീ വായിച്ചാൽ മതി, നമ്മൾ പാട്ട് പാടിക്കോളും, കുഴപ്പമില്ല. അവൾ അങ്ങനെ ഗിറ്റാർ പഠിച്ച് ആരാധിക്കാൻ പഠിച്ചു. അവൾ ആരാധിച്ചുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ കർത്താവിനെ സേവിക്കുന്നുണ്ട്, ദൈവം നിന്നെ മാനിക്കും. ലോകത്തിൽ ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കാൻ തുറക്കുക, ഒരു പൈസ കൊടുക്കാതെ. ഞാൻ സേവിക്കുന്ന ദൈവം നല്ല ദൈവം. ഇപ്പം പഠിക്കുന്ന കോളേജ് ഒരു പൈസ കൊടുക്കാതെ. എൻ്റെ പിതാവിൻ്റെ കണക്ഷനല്ല, എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ മൊമെൻറ്റ് അവൾ കയറാൻ നേരം ഞാൻ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡാഡി അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി, അവൾ പോവുക. എന്തിനാ? ആർക്കും പറയാനൊക്കത്തില്ല. അവരെ സഹായിച്ച, അവർ ചെയ്തിട്ടാണ് ദൈവം ചെയ്തത്. നിങ്ങളുടെ വിശ്വാസം കൂടട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. പഞ്ചാബിൽ നിന്ന് വളർന്ന ഒരു പയ്യന് ദൈവം ലോകം മൊത്തം കൊണ്ടുപോകുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്, വഴികൾ തുറക്കുന്നുണ്ട്. ഒത്തിരി കൺവെൻഷനിൽ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നത്? കൂടുതൽ പഠിത്തമില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും കൂടുതൽ പഠിത്തമുണ്ട്. PhD PhD പറഞ്ഞാൽ പെർമനൻറ്റ് ഹെഡ് ഡാമേജ് അല്ല, അവരെല്ലാം PhD ഡോക്ടറേറ്റ് എടുത്തവരാണ്. നമുക്ക് ബാച്ചിലേഴ്സ് ഉള്ളു. കല്യാണം കഴിഞ്ഞപ്പോൾ അതും പോയി, ഇപ്പം ബാച്ചിലറും അല്ല. പക്ഷെ ദൈവം സഹായിച്ചു, ദൈവം വേദികൾ തുറന്നു. ഗാഡ് ഓപ്പൺസ് അപ്പ് ഡോർസ് ഫോർ ദോസ് ഹു ആർ ഫെയ്ത്ത്ഫുൾ. എത്ര സ്വോത്രാഴ്ച കിട്ടുന്ന അതല്ല, ഹൗ മച്ച് മണി യു വിൽ ഗെറ്റ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്, ദാറ്റ്സ് നോട്ട് ഇറ്റ്. വാട്ട് കാർ, ഏത് വണ്ടിയെ ഓടിക്കുന്നത് അതല്ല. ദൈവമേ നടക്കേണ്ടി വന്നാലും, ഞാൻ ചില രാജ്യത്ത് യാത്ര ചെയ്യാൻ നേരം നടക്കേണ്ടി വരും. ഈ നിമിഷം ഞാനൊരു രാജ്യത്ത് 5 ലക്ഷം ബൈബിള് നമ്മൾ സ്മഗിൾ ചെയ്യും. എങ്ങനെയാണ് നടക്കുന്നത്? ദൈവം ഒരു വാഗ്ദത്തം തന്നായിരുന്നു, ദൈവം പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒത്തിരി രാജ്യത്ത് ഇത് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നത് ഞാൻ പറയാം. ദൈവം സഹായിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം കൂടട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞെണ്ണിക്കിട്ട് കർത്താവിൻ്റെ വേല വേണ്ടി. ഇപ്പോൾ നമ്മൾ എന്തോ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ പിള്ളേരെ IT, അമേരിക്ക, UK, അതിലൊരു തെറ്റില്ല. അവരെവിടെ പോയാലും എവിടെ പോയാലും ദൈവം അവരെ ഉപയോഗിക്കട്ടെ. അത് പ്രാർത്ഥിക്കണം. എൻ്റെ പിള്ളേരുടെ അടുത്ത് അതാ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മളെ ഇത്ര സഹായിച്ചു. കൂട്ടത്തിൽ നിൽക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ സത്യമായിട്ട് പറയാം, എൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ ആരും ഇല്ലായിരുന്നു. ദൈവമാണ് നടത്തിയ, ദൈവമാണ് വഴി തുറന്നത്. ദൈവം വഴി തുറക്കും. കൈവിടാത്ത ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവം. വിശ്വസിക്കണം, അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലരൊക്കെ ഞെട്ടി പോകും. ബാങ്ക് അക്കൗണ്ട് അല്ല ദൈവം നോക്കുന്നത്. പഠിത്തം നോക്കിക്കഴിഞ്ഞാൽ ചിലരൊക്കെ പറയാം, അയ്യോ ഇതെങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ ഒത്തിരി പേര് കോളേജസിൽ പഠിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ദൈവം സഹായിക്കുന്നു, ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, ദൈവം ആ വഴി തുറക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ സ്വന്തം പിതാവ് എന്നെ എഴുതുന്നുണ്ട്, മോനെ ഇതിൻ്റെ മീനിങ് എന്തുവാ, ഇതെന്തുവാ, അത് എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ പറയാം. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം ഉപയോഗിക്കും. ഗാഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ നമ്പേഴ്സ്. യോണത്തൻ്റെ ആർമർ ബെയറർ പറയുന്ന ഒരു വാക്കാണ്, ഗാഡ് ക്യാൻ ഡു വിത്ത് ഫ്യൂ ആൻഡ് ഗാഡ് ക്യാൻ ഡു വിത്ത് മെനി. ജോണത്തൻ സേസ് ടു ഹിസ് ആർമർ ബെയറർ. ചെറിയതായിരിക്കും, പക്ഷെ ചെറിയ കാര്യങ്ങളാണ് ദൈവം ഉപയോഗിക്കുന്നത്. സ്മോൾ ക്ലൗഡ് ആസ് ദ ഹാൻഡ്. ചെറിയത് മതി. പക്ഷെ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ നാട്ടിൽ നമുക്ക് കാണാക്കും ഭയങ്കര മഴയാണ്.
അല്ലയോ? So God is going to bring a great rain. But are you ready to be used by God? ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ, നിങ്ങളുടെ പിള്ളേരെ ഉപയോഗിക്കാൻ നിങ്ങൾ റെഡിയാണോ? പിടിച്ചു വെക്കല്ല. അവർ ശുശ്രൂഷ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിട്ടേക്കണം, പോട്ടെ, ദൈവം ഉപയോഗിക്കട്ടെ. വിശ്വാസം കൊടുക്കണം നിങ്ങളുടെ പിള്ളേർക്ക്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായി നിങ്ങളുടെ വരുന്ന സന്തതി അവരെല്ലാവരും അവർ അനുഗ്രഹമായി മാറും. I believe God wants to bless you. So I'm going to challenge you that God will use you. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളുടെ കുടുംബത്തിനെ ഉപയോഗിക്കും. PG വർഗീസിനെ ഉപയോഗിക്കാൻ നോക്കുമെങ്കിൽ, ബ്ലസ്സൻ വർഗീസിനെ ഉപയോഗിക്കാൻ നോക്കുമെങ്കിൽ, DG സംഘങ്ങളെ ഉപയോഗിക്കാൻ നോക്കുമെങ്കിൽ, നിശ്ചയമായി നിങ്ങളെ ഉപയോഗിക്കാൻ നോക്കും. നിങ്ങൾ റെഡിയാണെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സൗഖ്യം നോക്കുന്നുണ്ടെങ്കിൽ സൗഖ്യം കാണട്ടെ ഇവരുടെ ജീവിതത്തിൽ. എല്ലാ രോഗങ്ങളും മാറട്ടെ ദൈവമേ. പക്ഷെ വിശ്വാസം കൂടട്ടെ. നീ വഴി തുറക്കുന്ന ദൈവമാണ്. I pray, open up the doors of heaven that they can see the blessing of the Lord. അനുഗ്രഹിക്കുന്ന ദൈവമായതുകൊണ്ട് അനുഗ്രഹിക്കണം ദൈവമേ. പറയാൻ നോക്കും, ദൈവം അനുഗ്രഹിച്ചത് ഒരു മനുഷ്യനല്ല. അബ്രഹാം പറയുന്ന പോലെ, I will not take anything from anybody that they will say I made Abraham rich. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരുടെ വിശ്വാസം കൂടട്ടെ ദൈവമേ. ഇവരുടെ പിള്ളേരെ ഉപയോഗിക്കണം, ഇവരെ ഉപയോഗിക്കണം ദൈവമേ. ചുറ്റും ദൈവമേ, നിന്റെ വേല ചെയ്യാൻ വേണ്ടി, നിന്റെ വചനം സംസാരിക്കാൻ വേണ്ടി, മറ്റവരുടെ അടുത്ത് നിന്റെ സ്നേഹം പറയാൻ വേണ്ടി സഹായിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വഴികൾ തുറക്കണം, മാനിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you.